sun rays, and on we'll go, through the wastelands, through the highways, and on we'll go. ഇന്ന് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് 2 പേരാണ്. എൻ്റെ 2 ബ്രദേഴ്സാണ്. ഒരാൾ ഇത് എൻ്റെ കസിൻ മിഥുൻ, പിന്നെ ഇത് എൻ്റെ ബ്രദർ കിരണിനെ പലർക്കും അറിയായിരിക്കും. സോ ഗായ്സ്, ഞങ്ങളിപ്പോൾ മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിർത്തിയതാണ്. ഒരു രക്ഷയില്ല, നല്ല വ്യൂ ആണ്. മൊത്തം ടീ പ്ലാന്റേഷൻസ് ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വെയിലൊക്കെ അടിച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. Lions roaring in the morning sun, searching for a longer day. People feeling like the light has just come. We must never stop the way. Birds chirping and I hear my name, grasping into a life. Life is happy but it's so insane. We must merely make a start. Savannah, I'm coming home. Savannah, we'll never be alone. Savannah, the beauty of the world. Savannah, let's all take a walk. ഗൈസ്, ഇവിടെ നിമിഷ നേരം കൊണ്ടാണ് ക്ലൈമറ്റ് മാറിയത്. ഇത്ര നേരം നല്ല വെയിലായിരുന്നു. പെട്ടെന്ന് ആകപ്പാട് ക്ലൈമറ്റ് എല്ലാം മാറി. മൊത്തം കോടമഞ്ഞ് മൂടി, നല്ല മഴയും പെയ്യുന്നുണ്ട്. അടിപൊളി സീനാണ്. സോ ഗൈസ്, അങ്ങനെ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലാങ്കറ്റ് ഹോട്ടൽ ആൻഡ് സ്പായിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് ചെന്ന് നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ബ്ലാങ്കറ്റ് ഹോട്ടൽ ആൻഡ് സ്പായിൽ എത്തിയിരിക്കുകയാണ്. അവർ വളരെ നല്ല രീതിയിലാണ് വെൽക്കം ചെയ്യുന്നത്. വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ട്. ചന്ദനക്കുറിയൊക്കെ തൊട്ട് തന്നിട്ടുണ്ട്. സോ ഇവിടെ വളരെ നല്ല ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഇച്ചിരി പാടുന്ന റോഡ് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷേ വന്നപ്പോഴത്തേക്കും സ്ഥലം അടിപൊളി, ഒരു രക്ഷയില്ല. സോ ഗൈസ്, അങ്ങനെ ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനലി നമ്മളുടെ റൂമിലെത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത റൂമാണ്. സോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ലഗേജ് വെക്കാനുള്ള
ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ഇന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഡെസ്കും കാര്യങ്ങളുണ്ട്. പിന്നെ കോഫി, ടീ മേക്കർ കാര്യങ്ങൾ, പിന്നെ മിനി ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സൂപ്പർ ഒരു ബെഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇരിക്കാൻ ഉള്ളൊരു സ്ഥലം. പക്ഷേ ഇതിലൊക്കെ ഒരു ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് തന്നെ റൂമിൻ്റെ അകത്ത് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാവരും ഉറങ്ങിപ്പോയി. ഇപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ ഈ ഹോട്ടലിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കുറേ അമെനിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനുവേണ്ടി പോവുകയാണ്. ഇപ്പം എൻ്റെ ബ്രദർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ ഇറങ്ങാൻ വേണ്ടി വെയിറ്റുമാണ്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹോട്ടലൊന്ന് ചുറ്റി കാണാനായിട്ട് പോകാം. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ പോകാനായിട്ട് ഓരോരുത്തർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വ്യൂ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് റൂമിൽ നിന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അതാണ്. റൂംസിൽ നിന്നുള്ള ഒരു വ്യൂ ഒരു രക്ഷയില്ല. ഓക്കെ, സോ എൻ്റെ കസിൻ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടേബിൾ ടെന്നീസ്, ക്യാരംസ്, അങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. ടേബിൾ ടെന്നീസ് കളിച്ച് ആകെ ക്ഷീണിച്ച് ഇനിയിപ്പോൾ ക്യാരംസ് ഒന്ന് കളിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ക്യാരംസ് കളിക്കാൻ പോകണം. നമുക്ക് ക്യാരംസ് കളിച്ചു നോക്കാം. ഒരുപാട് നാളെ കളിച്ചിട്ട് എന്താവുമെന്നറിയില്ല. സോ നമ്മളിപ്പോൾ ടേബിൾ ടെന്നീസും ക്യാരംസ് കളിയും എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സമയം ഏകദേശം 7-7:45. സോ ഇപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. സോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെന്ന് നോക്കാം.
ആംബിയൻസും കാര്യങ്ങളൊക്കെ വലിയ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഞങ്ങൾ ബുഫയാണ് കഴിക്കാൻ എടുത്തത്. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. സോ ഞങ്ങളിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിൽ വന്നിരിക്കുകയാണ്. ആപ്പാടെ ക്ഷീണിച്ചത് ഇവരെ കണ്ട ഫുഡ് കഴിച്ച് ആപ്പാടെ ക്ഷീണിച്ചിരിക്കുകയാണ്. എല്ലാവരും വയറ് നിറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പുറത്തേക്ക് ഈ ഹോട്ടലിൽ ഫുള്ള് ബാക്കി എന്തൊക്കെ ഉള്ളതെന്നൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് താഴെ പോയി ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകും. ഓക്കെ, സോ നമ്മളിപ്പോൾ വീണ്ടും പുറത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇത്ര നേരം ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനിട്ടൊക്കെയായിരുന്നു, അല്ല അതിൻ്റെ ബാറ്ററി കഴിഞ്ഞിരിക്കുകയായിരുന്നു. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഞങ്ങൾ റൂമിൽ 3 പേരുള്ളതുകൊണ്ട് സോ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇപ്പോൾ രാത്രി 10:15 അല്ലേ, 10:15 സമയം. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്ന് നോക്കാനായിട്ട് പോവാണ്. സോ നമുക്ക് പോയിട്ട് വരാം. ഹേ ഗൈസ്, സോ ഇത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഈ ഹോട്ടലിൽ തന്നെ, ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവരുടെ ഒരു ഗാർഡൻ ഉണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ. ആക്ച്വലി ഇത് നിങ്ങൾക്ക് പുറകെ കാണാം, ലൈറ്റപ്പ് ഇതൊക്കെ വെച്ചേക്കണം. നമ്മൾ സ്റ്റെപ്പ് കയറി പോകണം, അതാണ് ഇത്തിരി കഷ്ടപ്പാട്. പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളാണ്, നല്ല തണുപ്പുണ്ട് ഇവിടെ. രാത്രി ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അത്യാവശ്യം കുറേ സമയം അവിടെ നിന്നു. അവിടെ പിന്നെ ലൈറ്റ് ഇല്ലാതിരുന്നതുകൊണ്ടാണ് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. സോ ഇപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരികയാണ്. ഇനി കിടന്ന് ഉറങ്ങണം. ഇന്ന് രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവരെ ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഇറ്റ്സ് Day 2 ഹിയർ ഇൻ ബ്ലാങ്കറ്റ് റിസോർട്ട് ആൻഡ് സ്പാ മൂന്നാർ. ഇന്നലെ നമുക്ക് വരാൻ പറ്റാതിരുന്ന 2 സ്ഥലങ്ങൾ. ഇന്നലെ രാത്രി നമ്മൾ ഗാർഡൻ പോയിരുന്നു, അതിന്ന് രാവിലെ പോകണം. അതുപോലെ തന്നെ ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു പൂൾ ഏരിയ ഉണ്ട്. സോ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കാണാറുണ്ട്, ചുറ്റും കിടിലൻ വ്യൂ ആണ്. ആ വ്യൂയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അതിനുമ്പോൾ ഇവിടെ ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. അതിപ്പോൾ മെയിൻ്റനൻസിലാണ് അവരത് വാട്ടർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലുള്ള വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഏകദേശം 1 മണിക്കൂറായി തോന്നുന്നില്ല ഇവിടെ നിൽക്കണം. ഈ വ്യൂ കണ്ട് ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഒട്ടും മതിയാകുന്നില്ല, ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. സോ അടുത്ത എന്തായാലും നമുക്ക് നമ്മൾ ഇന്നലെ പോയ ഗാർഡൻ, അവിടെ ഇപ്പോൾ ഒന്നുകൂടി കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് കാണാം, അടിപൊളിയായിട്ട് കാണാം. സോ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഭയങ്കര സൂപ്പറാണ്. ആകെയുള്ളൊരു പ്രശ്നം ഈ സ്റ്റെപ്പ് കയറ്റമാണ്. ഇതുണ്ട്, നമ്മൾ ഈ കുത്തനെയുള്ള സ്റ്റെപ്പ് കയറി മുകളിൽ വരെ പോകണം. പക്ഷേ മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അത്യാവശ്യം ഫോട്ടോ എടുക്കുന്ന ലോൺ പോലെയാണ് പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടേക്കണം. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ കയറി പോകുന്നതോറും നമ്മളുടെ പുറയിൽ ഹോട്ടലിൻ്റെ വ്യൂ ഒന്നുകൂടി അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോൾ കയറി ഏകദേശം പകുതിയായി. അപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചു. ഇനിയിപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി മുകളിലേക്ക് കയറുന്നതാണ്. എൻ്റെ കസിന് ഭയങ്കര സ്റ്റാമിനയാണ്. പുള്ളിത് ഏതാണ്ട് ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഇങ്ങനെ ചുമ്മാ നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഞാനിപ്പോൾ സ്വെറ്ററൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ അത്ര സഹിക്കാൻ പറ്റാത്ത തണുപ്പില്ല. കറക്റ്റ് തണുപ്പാണ്, കറക്റ്റ് ക്ലൈമറ്റാണ്. അധികം വെയിലും ഒന്നുമില്ല. ഇത് അവിടെ കണ്ടോ കോടമഞ്ഞ് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ. ഇതിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ ഇനി ബാക്കി പകുതി സ്റ്റെപ്പ് കയറാൻ പോവാണ്. അത്യാവശ്യം കഷ്ടപ്പാടാണ്. പക്ഷെ മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ വ്യൂ അടിപൊളിയായിരിക്കും. എൻ്റെ കസിൻ ഓൾറെഡി മുകളിലെത്തി. അവിടെ അതേ നിൽക്കണം. നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ നിൽപ്പുണ്ട്. സോ നമുക്കും ചെന്ന് നോക്കാം അവിടെ നിന്നുള്ള ഒരു വ്യൂ എങ്ങനെ ഉണ്ടെന്ന്. നമ്മളിപ്പോൾ കയറി പോകാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇതിൻ്റെ ബാക്കിൽ അവിടെ വീണ്ടും ടീ പ്ലാന്റേഷൻസും അതൊക്കെയാണ്. പക്ഷെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ വ്യൂ ആണ്. നമ്മുടെ ഹോട്ടൽ ശരിക്കും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതുണ്ടല്ലോ, ഇവിടെയാണ് ഇവരുടെ ലോബിയും ബാക്കി കാര്യങ്ങളൊക്കെ. ഈ താഴോട്ട് ഇങ്ങോട്ട് കാണുന്ന ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് റൂംസ്. ഞങ്ങളുടെ റൂമും ആ ഭാഗത്ത് എവിടെയാണ്. ഇവിടെ ആക്ച്വലി ഒരു വാട്ടർഫോൾ ഉണ്ട് അപ്പുറത്ത്. ഇവിടെ നിന്ന് ശരിക്കും കേൾക്കാം വാട്ടർഫോൾ, വെള്ളം വീഴുന്ന ശബ്ദം നല്ലോണം കേൾക്കാം. വേറെ ഒച്ചയും ബഹളങ്ങളൊന്നുമില്ല. അടിപൊളിയാണ്. ഓക്കെ ഗൈസ്, സോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം വ്യൂ ഒക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോഴും സ്റ്റെപ്പ് ഇറങ്ങണം. അപ്പോൾ ഇനിയിപ്പോൾ സമയം 10:30 കഴിഞ്ഞ് 11 മണി ആവറായി. 12 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ മുകളിൽ നിന്ന് താഴെ വന്നു. ഇപ്പോൾ തിരിച്ച് റൂമിൽ പോയിട്ട് വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, സോ ഞങ്ങളിപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചെയ്തൊക്കെ റെഡിയായി, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോൾ താഴേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. സോ വൺസ് മോർ ഞാൻ ഒന്നുകൂടി ഈ ഒരു സ്ഥലത്തോട്ട് വന്നതാണ്. നല്ല ഭംഗിയുണ്ട്. പോണേക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്ന് വ്യൂ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ ഏറ്റവും ആദ്യം ഈ വ്ളോഗ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ I am planning to do vlogs once in a while. So I would like to know your opinion about it. So please let me know in the comment section down below. And ഈ വ്ളോഗിനെ പറ്റി ഞാൻ പറഞ്ഞു, എനിക്ക് വ്ളോഗ് ചെയ്ത് അങ്ങനെ മുൻപ് പരിചയമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഐ എം ജസ്റ്റ് ഗിവിങ് ഇറ്റ് എ ട്രൈ. സോ ഈ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എന്താണെങ്കിലും please let me know in the comment section down below. And finally, if you haven't subscribed to my channel yet, please do subscribe to The Humble Musician. So I'll see you soon with another music video. So until then, bye bye.